കണ്ണൂർ കോർപ്പറേഷനിൽ UDF വിജയം ഉറപ്പിച്ചത് നമുക്കറിയാം. കാരണം കഴിഞ്ഞ തവണ 34 സീറ്റുകളായിരുന്നു UDF ഉണ്ടായിരുന്നത്. ഇത്തവണ ഇപ്പോൾ 23 വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ UDF വിജയം ഉറപ്പിച്ചു എന്ന് നമുക്ക് ഏതാണ്ട് പറയാവുന്നതാണ്. അപ്പോഴും കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് LDF സംബന്ധിച്ച് അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു ഇത്തവണ. അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചതുമാണ്. പക്ഷെ അത് പരാജയപ്പെട്ടതിന്റെ ഒരു വിഷയത്തിലും ഇതിലാണിപ്പോൾ LDF ഉള്ളത്. അതേസമയം മറ്റിടങ്ങളിലെല്ലാം LDF കൃത്യമായ ലീഡ് ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം ഈ LDF വ്യക്തമായ ലീഡ് ഉയർത്തുന്നുണ്ട്. LDFന് ജില്ലാ പഞ്ചായത്തിൽ 16 ഇടങ്ങളിലാണ് ലീഡുള്ളത്. UDFന് 9 ഇടങ്ങളിലുമാണ് ലീഡുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കോർപ്പറേഷനിലെ NDAയുടെ ലീഡാണ്. NDA ഇതിനോടകം തന്നെ 4 ഇടങ്ങളിലാണ് സീറ്റ് ഉറപ്പിച്ചിട്ടുള്ളത്. അവസാനമായി ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ തുളിച്ചേരി വാർഡിലും BJP 4ാം സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. BJP വലിയൊരു മുന്നേറ്റം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം LDF മറ്റിടങ്ങളിലെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൽ 11-2 നിലയിലാണ് ഉള്ളത്. 11 LDFും 2 UDF അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലെല്ലാം LDFന് വ്യക്തമായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറയാം. LDFനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ UDF തന്നെയാണ്, ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ LDF ആണ്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരാം. തിരുവനന്തപുരത്ത് 28 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 16 ഇടത്ത് LDFും 13 ഇടത്ത് UDFും. UDF കഴിഞ്ഞ തവണത്തേക്കാൾ അവരുടെ നില തിരുവനന്തപുരത്ത് മെച്ചപ്പെടുത്തി എന്നുള്ളതിന്റെ കഴിഞ്ഞ തവണത്തെ 10 സീറ്റിൽ നിന്ന് ഇപ്പോൾ 13 സീറ്റിലേക്ക് അവരുടെ ലീഡ് എത്തിയിരിക്കുന്നു. ഇനിയും ഒരുപക്ഷെ അത് ഉയരാം. പക്ഷേ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിലവിൽ മുന്നേറുകയാണ്. 16 ഇടത്ത് LDF, 13 ഇടത്ത് UDF, 28 ഇടത്ത് NDA. മറ്റിടങ്ങളിൽ മറ്റുള്ളവർ ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. തിരുവനന്തപുരത്ത് പല പ്രമുഖരും പിന്നിട്ട് നിൽക്കുന്നു, പല പ്രമുഖരും പരാജയപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അൺഫ്ലിറ്റ്, വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തെ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും അധികം, അതായത് ഇപ്പോഴും ആ ഒരു ലീഡ് നിലയിൽ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് NDA. വലിയ രീതിയിൽ മികച്ച മുന്നേറ്റമാണ് NDAക്ക് ഉള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന LDFും ഈ 3ാം സ്ഥാനത്തുള്ള UDFും തമ്മിൽ നേരിയ ഭൂരിപക്ഷം, നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നതാണ്. അതായത് UDF 13 എന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ UDF കഴിഞ്ഞ തവണ ഈ മണിക്കൂറിൽ തന്നെ UDF 13 എത്തിയെങ്കിൽ UDFനെ സംബന്ധിച്ചൊരു മികച്ച മുന്നേറ്റം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന UDF ആയാലും ഈ ഇടതും BJP ആയാലും ഈ BJP UDFും കടന്നു കയറിയിരിക്കുന്നത് LDFിൻ്റെ കോട്ടകളിലാണ്. LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും LDF നഷ്ടമായി. അതിൽ ഏറെ കൈയടക്കിയിരിക്കുന്നത് NDA ആണ്. ഒപ്പം തന്നെ UDFിൻ്റെ ഒരു കടന്നുകയറ്റവും LDFിൻ്റെ കുത്തക വാർഡുകളിൽ, കുത്തക കോട്ടകളിലൊക്കെ തന്നെയും BJP ഒപ്പം തന്നെ കോൺഗ്രസും UDFും വലിയ രീതിയിൽ കടന്നു കയറിയിരിക്കുന്നു എന്നാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഫലസൂചന നമുക്ക് വ്യക്തമാക്കുന്നത്. അതായത് അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഭരണമുന്നണിക്കുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ 4 പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി ഭരിച്ചിരുന്ന LDFിനാണ് കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഫലസൂചനകൾ നൽകുന്നത്. അതായത് ഇവിടെ 2ാം സ്ഥാനത്ത് പ്രതിപക്ഷം 2 തവണ പ്രതിപക്ഷത്തായി നിലനിൽക്കുന്ന ഈ BJP വലിയ രീതിയിൽ മുന്നേറ്റം, BJPയുടെ കൃത്യമായ കണക്കുകൂട്ടലിൽ BJPയുടെ പ്രമുഖരെല്ലാം തന്നെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ്. അതേസമയം ഈ BJP കോൺഗ്രസിലായാലും CPMലായാലും LDFിലായാലും UDFിലായാലും അവരുടെ പ്രമുഖർ പലരും തോക്കുന്നു, പലരുടെയും നില പരുങ്ങലായിരിക്കും. പക്ഷെ ആ സാഹചര്യങ്ങളൊന്നും തന്നെ NDAയിൽ ഇല്ല എന്നതാണ്. അതായത് കൃത്യമായി ഈ കഴിഞ്ഞ 5 വർഷം NDA പ്രതിപക്ഷത്തിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ എന്താണോ പറഞ്ഞിരുന്നത്, ഈ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് LDFിൻ്റെ ഭരണം, ആ ഭരണ മുന്നണിക്കെതിരെ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനെതിരെ അഴിമതി ആരോപണം ഉയർത്തി, സ്വന്തക്കാരുടെ അപ്പോയിൻമെന്റ് നിയമനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ഇക്കാലം അത്രയും പ്രതിപക്ഷത്തിരുന്ന BJP അവിടെ ഈ സമരമുഖം തന്നെയായിരുന്നു. കോർപ്പറേഷന് സമരം ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അവർ ഉയർത്തിക്കാട്ടിയത് മുഴുവൻ ജനങ്ങളിലേക്ക്, വോട്ടർമാരിലേക്ക് അവർക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അവരുടെ കണക്കുകൂട്ടൽ വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് ഈ ഫലസൂചനകളൊക്കെ വ്യക്തമാക്കുന്നത്. അതേസമയം CPM ആകട്ടെ, BJP CPM വലിയൊരു ഭീഷണി തന്നെയായിരുന്നു LDFിന്. കാരണം 2 കൗൺസിലർമാരുടെ ആത്മഹത്യ, അതിൽ ഒരു കൗൺസിലറുടെ ആത്മഹത്യ, ഒപ്പം തന്നെയും തൃക്കണ്ണാപുരത്ത് ആനന്ദ് RSSലെ പ്രവർത്തകന് സീറ്റ് നിഷേധിച്ചതിനെ സംബന്ധിച്ചുണ്ടായ ആത്മഹത്യ, അതോടൊപ്പം തന്നെയും അവരുടെ വക്താവായിരുന്ന MS കുമാർ
കുമാറിൻ്റെ ആ തുറന്നു പറച്ചിൽ ഇതൊക്കെ വലിയ രീതിയിൽ പ്രതിഫലനം ഉണ്ടാക്കും, ഇതൊക്കെ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന രീതിയിലായിരുന്നു LDF UDF ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത്. നേരത്തെ പിന്നിട്ട് നിന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ UDFന്റെ ശബരിനാഥൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ NDAയുടെ ശ്രീലേഖയും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി സംസ്ഥാനത്തെ ആകെ ചിത്രം നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് UDFന്റെ ആ മുന്നേറ്റം തന്നെയാണ്. UDFന്റെ മുന്നേറ്റം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ 2020 തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമ്മൾ നോക്കണം. 2020 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ UDFന്റെ മുന്നേറ്റം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കും. നിലവിലെ സാഹചര്യത്തിൽ UDF നേടിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 376 ഗ്രാമപഞ്ചായത്തുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. അതേസമയം അത് 2020 340 മാത്രമായിരുന്നു അവർക്ക് ഭരണമുണ്ടായിരിക്കുന്നത്. ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും 376 UDF ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 2020 വ്യക്തമായൊരു ലീഡ് LDFനേക്കാൾ അവർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 580 ആയിരുന്നു 2020 LDFന്റെ അവർ ആകെ നേടിയിരുന്ന ഗ്രാമപഞ്ചായത്തുകളെങ്കിൽ നിലവിൽ അവർക്ക് 362 മാത്രമേ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമ്മൾ ഇനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. R ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ UDFന് 40 സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് ഭരണമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 40 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമാണ് അവർ ഭരിച്ചിരുന്നത്. നിലവിൽ അവരുടെ ആ നേട്ടം അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ 71 ഉയർത്താൻ കഴിഞ്ഞു. 40 നിന്ന് 71 ഈ ഘട്ടത്തിൽ പോലും അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 12-2 എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ സാഹചര്യം. ആ സാഹചര്യം ഇപ്പോൾ കാര്യമായ രീതിയിൽ തന്നെ മാറിയിരിക്കുന്നു.